വാവ് സൂപ്പർ. പഞ്ചാബോട് അടുക്കുകയാണ്. പഞ്ചാബിലെ നല്ല വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പുകൾ കണ്ടോ നിങ്ങൾ? ഗോതമ്പ് പാടങ്ങൾ. പഞ്ചാബ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഗോതമ്പ്, ചപ്പാത്തി, സർദാർ, ഇതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക അല്ലേ? ശരിയാണ്, സർദാർജിയുടെയൊക്കെ മെയിൻ ഭക്ഷണം തന്നെയാണ് ചപ്പാത്തി എന്ന് പറയുന്നത്. ചപ്പാത്തി, റൊട്ടി, കുൽച്ച, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അമൃത്സർ റെയിൽവേ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചാബിൽ തന്നെയുള്ളത് അമൃത്സർ റെയിൽവേ സ്റ്റേഷനാണ് നമ്മുടെ ലക്ഷ്യം. അമൃത്സർ റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം, നമുക്ക് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകണം അല്ലേ? ഗോൾഡൻ ടെമ്പിള് അല്ലെങ്കിൽ ഹർമന്ദർ സാഹിബ് എന്നും പറയാറുണ്ട്. അതാണ് ശരിക്കും ശരിയായ പേര്, ഹർമന്ദർ സാഹിബ്. ഗോൾഡൻ ടെമ്പിൾ നമ്മളൊരു അനൗപചാരികമായി പറയുന്നതാണ്. സോ ഞാനിപ്പോൾ ട്രെയിനിലാണ് ഉള്ളത്. ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് പറയാം. ഓക്കെ, സോ ഇതാണ് കേട്ടോ അമൃത്സർ റെയിൽവേ സ്റ്റേഷനാണിത്. നല്ല പഴയ രീതിയിൽ ഉണ്ടാക്കിയ അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ? മകുളങ്ങളൊക്കെ പോലെ നല്ല അടിപൊളിയാക്കിയിട്ടില്ലേ? ഇത് ഞാൻ പല സ്റ്റേഷനിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വാരണാസി പോകുമ്പോൾ വാരണാസിയുടെ ഒരു സ്റ്റൈലാണ്, ലക്നൗവിൽ പോകുമ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ അവിടുത്തെ ഒരു സ്റ്റൈലാണ്. ഇത് അമൃത്സറിലെ സ്റ്റൈല്. ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും അതിൻ്റെ കവാടങ്ങളിൽ അങ്ങനെ ഒരു ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ മുന്നിൽ തന്നെ നമുക്ക് ഫ്രീ ബസ് ഉണ്ട്. ഗോൾഡൻ ടെമ്പിളിലേക്ക് നമുക്ക് പോകാനുള്ള ഫ്രീ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ മുന്നേ തന്നെ ഉണ്ട്. ഞാൻ ആ ബസ്സിൽ കയറി, അതിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. സോ നമുക്ക് ഗോൾഡൻ ടെമ്പിളിൻ്റെ മുന്നിൽ തന്നെ കൊണ്ട് ഇറക്കി തരും. നമ്മളവിടെ എത്തി. ഇവിടെ ഇതാണ് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകാനുള്ള മെയിൻ ഗേറ്റുകളാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വലിയ സ്റ്റാച്ചു ഉണ്ട്, പഴയ ഒരു നേതാവിൻ്റെ സ്റ്റാച്ചു ആയിരിക്കണം ഇതൊക്കെ. ഇവിടെ റിക്ഷാ വണ്ടിക്കാരുണ്ട്, ഒരുപാട് ഷോപ്പുകാരുണ്ട്, സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ഗോൾഡൻ ടെമ്പിൾ കയറുന്നതിന് മുമ്പ് നമ്മളൊന്ന് തലമറക്കുമല്ലോ, ഒരു ടവൽ ഉപയോഗിച്ചുകൊണ്ട് കർച്ചീഫ് ഉപയോഗിച്ച് നമ്മൾ തലമറക്കും. അത് 10 രൂപ 20 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അത് വേണോ എന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇതേപോലെ റിക്ഷാ വണ്ടികളുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഗോൾഡൻ ടെമ്പിളിൽ അങ്ങോട്ടേക്ക് പോവാം. ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ രാവിലെ ഒന്ന് ഈ മാർക്കറ്റും ഇവരുടെ ബിസിനസ്സൊക്കെ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. ഈ ബിസിനസ്സിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. നിങ്ങളെ ബിൽഡിങ്ങുകളൊക്കെ ഒരു നമ്മളെന്താ റെഡ് ഫോർട്ടൊക്കെ പോലത്തെ ഒരു ചുവന്ന കല്ലിലൊക്കെ തീർത്ത ബിൽഡിങ്ങുകളാട്ടോ ചില ബിൽഡിങ്ങുകൾ. എല്ലാ ബിൽഡിങ്ങും ഇല്ല, ചില ബിൽഡിങ്ങുകൾ. ഇവിടെയും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അവർ എൻ്റെ ക്യാമറ ഉണ്ടപ്പോൾ എൻ്റെ ക്യാമറക്ക് മുന്നിൽ വന്ന് നിന്നു. അപ്പോൾ ഇത് ഗുരുദ്വാര സന്ദർശിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരെ കാണാം. ഇവിടെ പ്രാവുകളൊക്കെ ഉണ്ടാ, പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിൽ തൊട്ടിപ്പുറം വേസ്റ്റുകളുണ്ട്, ഒരുപാട് വേസ്റ്റുകളൊക്കെ ആൾക്കാർ വലിച്ചിട്ട വേസ്റ്റുകളുണ്ട്. ഡസ്റ്റ്ബിന്നൊക്കെ വെക്കാത്ത എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തല്ല? ഒരുപാട് ഡസ്റ്റ്ബിന്നുകളൊക്കെ വെക്കണം, വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ വെക്കണം. സോ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പഞ്ചാബി സ്റ്റൈലിൽ എന്താ ക്യാൻറ്റീനും ഫുഡുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇത് ഗുരുദ്വാരയിൽ സിഖ് മതവിശ്വാസികളുടെ ഗുരുദ്വാരകളിൽ അതിവിശിഷ്ടമായതും അതുപോലെ പവിത്രമുള്ളതും പ്രഥമ അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഹർമന്ദർ സാഹിബ് എന്നാണ് ശരിക്കും അതിൻ്റെ പേര് എന്ന് പറയുന്നത്. ഹർമന്ദർ സാഹിബ്. അപ്പം നമ്മൾ അതിൻ്റെ ഫസ്റ്റത്തെ ഗേറ്റ് കഴിഞ്ഞ് അകത്തേക്ക് പോയി. ഇവിടെ ഒരുപാട് പേരെ കാണാം. അപ്പോൾ ഇവിടെ നമ്മളെ ബാഗ് ഇവിടെ വെക്കാൻ ക്ലോക്ക് റൂം ഉണ്ട്. അതുപോലെ നമ്മുടെ ചെരുപ്പ് ഇവിടെ വെക്കണം. ചാർജൊന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. പിന്നെ നമുക്ക് ഡൊണേഷൻ എങ്ങനെ കൊടുക്കാം. ഇത് കണ്ടോ, നല്ല അടിപൊളി വൈറ്റ് കളർ ബിൽഡിംഗ് കണ്ടോ? വൈറ്റ് കളർ ബിൽഡിംഗ് ആണ്. അപ്പം ഞാൻ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, കയറാൻ വേണ്ടി പോവാണിപ്പം.
ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ഒരു എന്താ പറയുക ഓപ്പൺ പ്ലേസ് ആണ്. ഇവിടെ ലേഡീസൊക്കെ വരും, ലേഡീസൊക്കെ സ്കാർഫ് ഒക്കെ ഇട്ടിട്ടാണ് വരിക. അപ്പോൾ ഇതാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്, ഹർമന്ദർ സാഹിബ്. ആ ഒരു എന്താ പറയുക സിഖ് മതവിശ്വാസികളുടെ വളരെ പരമപ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. ഡെയിലി ഒരുപാട് പേര് 10,000 ആൾക്കാർ വരുന്ന സ്ഥലമാണിത്. ചുറ്റിലും ലേക്കാണ്, തടാകം പോലെ. ഈ റിവറല്ല, ഈ ഒരു പൂള് അല്ലേ, ഈ കുളം ഇങ്ങനെ ഒരു തടാകം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുക്കാണിത് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുളിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഈ സ്നാനം ചെയ്യാന്ന് പറയില്ല, അങ്ങനെ കുളിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഈ സിഖ് മതത്തിൽ തന്നെ വേറെ ജാതികളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ സിഖ് മതത്തിൽ പ്രത്യേക ജാതി ആൾക്കാർ ഒരു നീല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണും. നീല ഡ്രസ്സ് ഇട്ടിട്ട് അവരെ അരയിൽ എപ്പോഴും കത്തി ഉണ്ടാവും കേട്ടോ. ആ ഒരു നീല ഡ്രസ്സ് ഉണ്ടോ, അത് ഇവിടുത്തെ സെക്യൂരിറ്റിയാണ്. കയ്യിൽ കുന്തമൊക്കെ ഉണ്ടാവും. ആ ഒരു കയ്യിൽ കുന്തം പിടിച്ച ആളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും തോന്നിയ ദിവസം കളിച്ചാൽ ആ കുന്തം കൊണ്ട് ഒരു കുത്തും. അപ്പോഴത്തേക്കും നമ്മൾ സ്വർഗം കാണുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടായിരിക്കും. അതല്ലാതെ തന്നെ സിഖ് മത വിശ്വാസികളിൽ വേറെ ജാതിയിലെ ആൾക്കാർ കയ്യിലെപ്പോഴും അവർ കത്തി കൊണ്ട് നടക്കും. കത്തിയല്ല, വാളുമുണ്ട്, അതുപോലെ ചെറിയ കത്തിയുണ്ട്, വളഞ്ഞ കത്തിയുണ്ട്, വലിയ വാളുമുണ്ട്. അത് എപ്പോഴും അവർ കയ്യിൽ കൊണ്ട് നടക്കും. അപ്പോൾ ഇവിടെ സ്നാനം ചെയ്യുന്ന ആൾക്കാരെ കാണാം. ഇവിടെ ഇങ്ങനെ നമസ്കരിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ കുളത്തിലേക്ക് കുളിക്കാനുള്ള സ്ഥലം കുറച്ച് അപ്പുറമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല സ്നാനം ചെയ്യാൻ പറ്റില്ലേ, ഒരു കുളിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് കുറച്ച് അപ്പുറമാണ്. അവിടെ കുളിക്കുന്ന കുറച്ച് ആൾക്കാരെ കാണാം. അവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇവിടെ നിന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഓഫീസുകൾ, പിന്നെ ഇവരുടെ തന്നെ വലിയ ട്രസ്റ്റാണിത്. അപ്പുറത്തെ കാണുന്നത് റെസ്റ്റ് റൂമും ഗസ്റ്റ് ഹൗസൊക്കെയാണ്. ലോഡ്ജ് പോലെ താമസിക്കാനുള്ള റൂമുകളൊക്കെ ഉണ്ട്. പിന്നെ ടെമ്പിളുകളുണ്ട് ഇപ്പുറം, ഗുരുദ്വാര എന്ന് പറയും. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നല്ല ഗാർഡനിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ഈ ഇഷ്ടിക കൊണ്ടുള്ള ബിൽഡിങ്ങിൽ ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഊട്ടുപുരയാണ്. നമ്മൾ ഊട്ടുപുര എന്ന് പറയുന്നില്ലേ, ഡെയിലി ഇവിടുന്ന് ഫ്രീ ഭക്ഷണമുണ്ട്, ഫുഡാണ്. എത്ര പേര് കഴിച്ചിട്ട് പോകുമെന്ന് അറിയോ? ഇവിടെ നേരെ നോക്കിയാൽ നമുക്ക് ഗോൾഡൻ ടെമ്പിൾ കാണാൻ പറ്റും. ഇവിടുന്ന് പിന്നെ എന്താ പറയുക, ലേഡീസ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഒരു നാട്ടിൻപുറത്തു നിന്നൊക്കെ വന്ന ആൾക്കാർ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും മുസ്ലിം ലേഡി എന്ന് വിചാരിക്കും. മുസ്ലിം അല്ല കേട്ടോ, അവർ ശരിക്കും സിഖ് വനിതകളാണ്. സിഖ് സ്ത്രീകളും തലയിൽ തട്ടം ധരിക്കാറുണ്ട്. ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ ആരാധനകളിൽ വരുമ്പോൾ തട്ടം അവർ സ്കാർഫ് ധരിക്കാറുണ്ട്. പെട്ടെന്ന് ദൂരത്ത് കാണുമ്പോൾ എനിക്ക് ഇവിടുന്ന് ചിലപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണ ഒരു മുസ്ലിം പെൺകുട്ടിയൊക്കെ ഒരു തട്ടം ധരിച്ച പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ല, ഇവിടെ ഇവിടുത്തെ എന്താ പറയുക സിഖ് വിശ്വാസിനികളാണ് അവർ. സിഖ് സ്ത്രീകളും ഇതേപോലെയുള്ള പ്രാർത്ഥന സമയത്ത് അവരും ഇതേപോലെ എന്താ പറയുക തട്ടം ധരിക്കാറുണ്ട്. സോ ഒരുപാട് വിശ്വാസികളെ കാണാം അവിടെ. എന്താ പറയുക, ഇതൊരു സ്ക്വയർ ടൈപ്പാണ്. ഇതുണ്ട് ഈ വെള്ളത്തിൻ്റെ മീനൊക്കെ ഉണ്ടല്ലോ, ഗോൾഡൻ മീനൊക്കെ ഉണ്ട് അവിടെ. ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. 1580 ഇത് നിർമ്മിക്കപ്പെട്ടത്. ഇപ്പം എത്ര വർഷമായി? 500 വർഷമാവാൻ വേണ്ടി പോകുന്നല്ലേ. അപ്പം അത്രയും പഴക്കമുണ്ടെന്ന് അർത്ഥം. ശരിക്കും ഗുരു നാലാമനാണ് ഈ അമൃത്സർ നഗരം സ്ഥാപിച്ചെന്ന് പറയുന്നു. ഗുരു 5-മനാണ് ഇവിടെ അമൃത്സറിൽ ഗോൾഡൻ ടെമ്പിൾ സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ജാലിയൻ വാലാബാഗ് മ്യൂസിയം. ജാലിയൻ വാലാബാഗ് ഒരുപാട് കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ സ്കൂളിൽ പഠിച്ചാണ്.
ജാലിയൻ വാലാബാഗ് വെടിവെപ്പ്. അപ്പോൾ ആ മ്യൂസിയത്തിലാണ് നമ്മളിവിടെ എത്തിയത്. കണ്ടോ, ഇവിടെ ഒരുപാട് രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഇടനാഴിയാണ്, ഇതാണ് മെയിൻ ഒരു ഇടനാഴി എന്ന് പറയുന്നത്. നമ്മളൊരു ബോട്ടിൽ, ഒരു കുപ്പിയിലെ ഒരു ബോട്ടിലെടുത്താൽ ആ ബോട്ടിലിൻ്റെ അകത്ത് എക്സിറ്റ് എന്ന് പറയുന്നത് ആ ചെറിയ അടപ്പുള്ള സ്ഥലമാണല്ലോ, അതേപോലെയാണ്. ഇതൊരു പാർക്കാണ്. ഈ പാർക്കിൽ ഈ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, വേറെ രക്ഷപ്പെടാൻ അങ്ങനെ വേറെ വഴികളില്ല. സോ അന്ന് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 100 വർഷങ്ങളാവാറായി, അല്ല 1919 ആ സമയത്താണ്. അന്ന് ഈ പാർക്കിലുണ്ടായ 100ഓളം പേര്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. ഈ പാർക്കിൽ വിശ്രമിച്ച ആൾക്കാരെ അന്ന് ബ്രിട്ടീഷുകാർ വെടിവെക്കാനുണ്ടായത്, അല്ല സാധാരണ സിവിലിയൻസിനെ ഒരു ദാക്ഷിണ്യം കൂടാതെ, ഒരു ദയയും കൂടാതെ വെടിവെക്കുകയായിരുന്നു. ദ ബുള്ളറ്റ് വാസ് ഫയർഡ് അറ്റ് ദ പീപ്പിൾ ഫ്രം ഹിയർ. ഇവിടെ നിന്നാണ് വെടിവെച്ചത്. ഇവിടെ ഇരിക്കുന്നത് ഇതൊരു പാർക്കാണ്. ഈ പാർക്കിലിരിക്കുന്ന, അന്ന് ഇതേപോലെ ബിൽഡിങ്ങുകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല, നല്ലൊരു പാർക്കാണ്. ജനങ്ങൾ റെസ്റ്റ് ചെയ്യാൻ അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ടാവും. കാരണം നമുക്കറിയാം അന്ന് ബ്രിട്ടീഷുകാരെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്കാരെ വിചാരണ കൂടാതെ തന്നെ തടവിൽ വെക്കുക, അവരെ ശിക്ഷിക്കുക എന്നുള്ള നിയമങ്ങളൊക്കെ വന്നപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രതിഷേധം ഉണ്ടായി. അമൃത്സറിൽ, പഞ്ചാബിലും ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ കുറച്ച് ആൾക്കാർ തടിച്ചുകൂടി. ഈ പാർക്കിലൊന്നും അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു. ഈ പ്രതിഷേധക്കാരും ഇവിടെ ചെറിയ രീതിയിൽ പ്രതിഷേധം എന്തോ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ആ ഒരു ഓഫീസർ ഒരു കരുണയും കൂടാതെ, ഒരു ദയയും കൂടാതെയാണ് വെടിവെക്കാൻ ഉത്തരവിട്ട്. 100ലേറെ പേരാണ് അന്ന് വെടിയേറ്റ് മരിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കുരുതി നമ്മൾ സ്കൂളിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇന്നത് നേരിട്ട് കണ്ടു എന്ന് മനസ്സിലാക്കാം. അത്രയും വലിയ ഒരു ക്രൂരത നടന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? ഇവിടെ അതിൻ്റെ ഓർമ്മക്ക് എന്ന രീതിയിൽ ഒരു മോണമെൻ്റ്, ഒരു എന്താ പറയുക, ഒരു സ്തൂപം പോലെയുള്ള ഒരു കാര്യം ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ലേക്കും ഉണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഗോൾഡൻ ടെമ്പിൾ ഇറങ്ങി, ഗോൾഡൻ ടെമ്പിൾ നമ്മൾ കയറി, അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന വഴിക്ക് തന്നെയാണ് ജാലിയൻ വാലാബാഗ് ഉള്ളത്. സോ നിങ്ങൾ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്ന സമയമാണെങ്കിൽ, ഗോൾഡൻ ടെമ്പിളിലേക്ക് വരികയാണെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂടി മിസ് ചെയ്യാതിരിക്കുക. ഇവിടെ നിങ്ങൾ നിർബന്ധമായി ഇവിടെ വരിക. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചോര ഒഴിക്കുക, അല്ലെങ്കിൽ ജീവൻ കൊടുത്ത ഒരുപാട് പേരുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. ഒന്നും അറിയാത്തത്ര കുട്ടികളാണ് മരിച്ചതെന്ന്, അല്ലേ? അവരൊക്കെ അന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഒരു വൈകുന്നേരം അവരുടെ അമ്മയുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, അച്ഛന്മാരുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ടാവും. അവരുടെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബ്രിട്ടീഷുകാർ ഓടി, ബ്രിട്ടീഷുകാരുടെ പട്ടാളം, അല്ലെ കൂലിപ്പട്ടാളമായിരിക്കും വന്നിട്ടുണ്ടാവുക, കമ്പനി പട്ടാളം, അല്ലെ കമ്പനിയുടെ പട്ടാളം. ആ കമ്പനി പട്ടാളം വന്നു, ഒരു കാര്യമില്ലാതെ എന്താ വർത്താനമായി, ബഹളമായി, അടിയായി, വെടിവെക്കലായി. ഒന്നും ആയുധമില്ലാത്ത ആൾക്കാരുടെ കയ്യിൽ അവർ വെടിവെച്ചു. ഇത്ര ആൾക്കാരെ കൊന്നുകളഞ്ഞു. ചില പെട്ടെന്ന് രക്ഷപ്പെടാനൊന്നും പറ്റൂല. കാരണം കുട്ടികളും സ്ത്രീകളും മുതിർന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വരില്ല. മാത്രമല്ല ഇതേപോലെ വലിയ ബിൽഡിങ്ങുകളൊന്നും ആ സമയത്ത് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇത് ഗ്യാലറി ഉണ്ടോ, ഈ ഗ്യാലറിയൊക്കെ ഇപ്പോഴാണ് വന്നത്, അതിന് ശേഷം വന്നെയാണ്. ഇവിടെ അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റും, കണ്ട വെടിവെക്കുന്നതിനൊക്കെ. അപ്പോൾ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ പിറകെ പോയി ഒളിക്കാനൊന്നും പറ്റൂല. ഫ്ലാറ്റായ ഏരിയ ആയിരിക്കില്ലേ, ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമായിരിക്കും. അതായത് പഞ്ചാബിൻ്റെ ഒക്കെ ആൻഷ്യൻ ടൈംസ്, പഞ്ചാബ് വർഷങ്ങൾക്ക് മുമ്പ്, പഞ്ചാബിൻ്റെ പുരാതന കാലമാണ്, ഹിസ്റ്ററിയാണ് ഇവിടെ ചെറുങ്ങനെ പറയുന്നത്. പഞ്ചാബിൽ മെയിനായിട്ട് സിഖ് മതമാണ് ഉള്ളത്. സിഖ് മതം അതേപോലെ
ഈ മ്യൂസിയത്തിൽ നല്ല ചെറിയ ലൈറ്റ് ഷോ, ലേസർ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഒരു 2-3 എന്താ പറയുക, ഒരു ചെറിയ ചെറിയ മ്യൂസിയങ്ങളാണ്. അത് അവിടെ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. വെടിവെക്കുന്ന രീതി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു രൂപമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. സോ ഇന്ത്യ തന്നെ വളരെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് എന്ന് പറയുന്നത്. ഇതിൽ പുറത്ത് ബുള്ളറ്റ് മാർക്ക് ഇത് കണ്ടോ നിങ്ങൾ? ഈ ഒരു ബിൽഡിംഗ് ഒന്ന് ഉണ്ടാവണം. ആ ബിൽഡിങ്ങിൽ അവിടെ കൊടുത്തിരിക്കുന്ന മാർക്ക് കണ്ടോ? ഇവിടെ വന്ന് ബുള്ളറ്റ് കയറിയതാണ്. എത്ര ബുള്ളറ്റാന്ന് നോക്കിയാൽ. ആ ബുള്ളറ്റ് കയറി ഇറങ്ങിയ സ്ഥലമാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്, മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ നമ്മൾ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര പേര് രക്തം ഒഴുക്കിയല്ലേ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇവിടെ പടഞ്ഞു വീണ് മരിച്ചത്. 100-ലേറെ പേര് മരിച്ചിട്ടുണ്ട്. സോ ഇന്നതൊരു മ്യൂസിയമായി. നമുക്കിവിടെ വന്നിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം, പഴയ കാലത്തിനെ പറ്റിയൊക്കെ അറിയാം. പിന്നെ ഇവിടെ നമ്മുടെ ഗോൾഡൻ ടെമ്പിളൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ വേറൊരു പാർട്ടീഷൻ മ്യൂസിയം ഉണ്ട് കേട്ടോ. ഒരു വേറെ ചെറിയ പാർട്ടീഷൻ മ്യൂസിയം ഉണ്ട്. അപ്പം ഞാൻ അടുത്ത് പോകുന്നത് നമ്മുടെ വാഗാ ബോർഡറിലേക്കാണ്. ഇത് അമൃത്സർ ബസ് സ്റ്റേഷൻ കേട്ടോ. അമൃത്സർ ബസ് സ്റ്റാൻഡാണ്. അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ്. ഇവിടെ നല്ല സ്ഥലത്തേക്കും സർവീസുകളൊക്കെ ഉണ്ട്. ഇൻ്റർ സ്റ്റേറ്റ് സർവീസുകളൊക്കെ ഉണ്ട്. നമ്മളെ വാഗാ ബോർഡർ ഇല്ലേ, ഇന്ത്യ പാകിസ്ഥാൻ വാഗാ ബോർഡർ, അവിടത്തേക്കാണ് ഞാനിന്ന് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ പോവാം. ഇവിടെ ഒരു ബസ്സുണ്ട്. ബസ് കയറിയിട്ട് ഞാൻ എന്ത് ചെയ്യും, വാഗാ ബോർഡറിലേക്ക് പോകും. ഓക്കെ. അപ്പം ഞാനിവിടെ എത്തി. ഇതാണ് വാഗാ ബോർഡർ എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻട്രി ഇല്ല കേട്ടോ. അത് ക്ലോസ് ചെയ്തിട്ടുള്ളു. ഇന്ത്യ പാകിസ്ഥാൻ്റെ പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പാൽഗാമിലെ ഇഷ്യൂ കൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ്. പാകിസ്ഥാന് വേറെ ആക്രമിക്കും, ആണവായുധം പ്രയോഗിക്കുന്നൊക്കെ ഭീഷണി മുഴക്കുന്നുണ്ട്. ഇന്ത്യ തിരിച്ചടിക്കുന്ന ഇന്ത്യയും പറയുന്നുണ്ട്. അപ്പോൾ ഇവിടത്തേക്കുള്ള ഇപ്പോൾ എൻട്രി ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. അനിശ്ചിതത്വമാണ്. എപ്പോഴാണ് തുറക്കുന്നതൊന്നും അറിയില്ല. ഇവിടെ കുറേ മീഡിയാസുകളൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, മീഡിയാസുകളൊക്കെ ഉണ്ട്. ഇത് കുറേ തീവ്രവാദികൾ ഇവരുമായിട്ട് വെറ്റകളെ കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പൊക്കെ മുടങ്ങി. തീവ്രവാദികൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ പാൽഗാമിൽ വെടിപ്പ് കൊണ്ട് ഇപ്പോൾ കണ്ടില്ല, ജമ്മു കാശ്മീരിലൊക്കെ ഒരുപാട് പേര് എന്താ പറയുക, ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് നിർത്തി ഈ പ്രശ്നം കൊണ്ട്. അത് തന്നെയാണ് അവർ ഉദ്ദേശിച്ചത്.
അപ്പോൾ ഇതാണ് കേട്ടോ ഈ നമ്മളെ ഈ വാഗാ ബോർഡറിലേക്ക് വന്ന ലഹോർ റോഡാണ് ഇത് കേട്ടോ. അമൃത്സർ എന്ന് ലഹോറില്ല, പാകിസ്ഥാനിലെ ലഹോർ, ഇസ്ലാമാബാദ് അവിടത്തേക്ക് പോകുന്ന റോഡാണിത്, വാഗാ ബോർഡർ. അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ് ബസ് കയറിയിട്ട് തിരിച്ച് എന്ത് ചെയ്യണം, അമൃത്സറിലേക്ക് പോകണം. ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ നമുക്ക് എന്ത് ചെയ്യാം, വാഗാ ബോർഡറിലേക്ക് വരാം. ഇപ്പം എന്തായാലും വരാൻ പറ്റില്ല, കാരണം ഇപ്പം അവിടെ അതിർത്തി അടച്ചിട്ടാണ് ഉള്ളത്, ഒന്നും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നില്ല. അപ്പം നമ്മൾ അവിടെ നിന്നിട്ട് ഇനി കാര്യമില്ല. ਦੋ ਚੌਥਾ ਦੇ ਇਕੱਠੇ ਲੈ ਆਈਏ।